ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. ഇപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഒരു 2-3-4 ഒരു തക്കാളി. അതാണിപ്പോൾ നമ്മളെ മീൻ. തെരണ്ടി കേട്ടോ, തെരണ്ടി മീനാണ്. ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഒരെണ്ണം, സവാള ഒരെണ്ണം. കണക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പിട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നാലേ മീനിൽ ഉപ്പ് പിടിക്കുള്ളൂ, തരണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ചട്ടി നമുക്കൊന്ന് തയ്യാറാക്കി വെക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലാട്ടെന്ന്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ചെറിയ ജീരകം ഒരു ശകലം കേട്ടോ, ഒരു നുള്ളു മതി. കടുക് ഒക്കെ ഒരു പാത്രത്തിലിട്ട് കണ്ട് എണ്ണയ്ക്ക് ഇടുക. സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ നമുക്ക്. വലിയ ജീരകം അതൊരു ശകലം, ലേശം ഉലുവ ഒക്കെ പാടെ ചൂടായ എണ്ണയ്ക്ക് ഇടുക. അതൊന്ന് കടുകൊക്കെ പൊട്ടി മൂപ്പായി ഒന്ന് ഇളക്കി സെറ്റാക്കുക. മൂപ്പായി ഇങ്ങനെ വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുക. അതൊന്നതായി വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് ചെറുള്ളി, നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ച ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ആയിക്കിട്ടുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ ഇടയിൽ കഞ്ഞുടിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. അപ്പോൾ വീഡിയോസ് എടുക്കണുണ്ടപ്പോൾ അവിടെ നിന്ന് വല്ല പോയതാ. മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ശരിക്കിനൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ, ചെറിയ സ്ലൈസായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതേം കൂടി അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിടുക. ശരിക്കിനൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടോ, കുറച്ച് മതി. വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാമല്ലോ ഉപ്പ് നമുക്ക്. കാരണം നമ്മൾ ആദ്യം മീനിൽ ലേശകലം ഉപ്പ് ഇട്ടിട്ട് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. പിന്നെ ഒരൊറ്റ തക്കാളി ഇട്ടേക്ക് ഒന്ന് ലെവലായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ.
തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ പുളിവെള്ളം ചേർക്കട്ടോ. ശകലം മതി. ഒരു 2 കുരുവിൻ്റെ കേപ്പുണ്ടല്ലോ, അത്രയും മതി പുളി. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതും കൂടി ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, വേറെ മസാലകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കാറില്ല. ഇത്രയേ ഉള്ളൂ മസാല ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ബീഫ് മസാല, ഫിഷ് മസാല, അതൊന്നും നമ്മൾ ചേർക്കാറില്ല. എന്ത് എടുക്കുമ്പോഴും അതൊന്നും ചേർക്കാറില്ല. ആവശ്യത്തിനുള്ള വെള്ളം, 1 കപ്പ് വെള്ളം. മീനനുസരിച്ച് കേട്ടോ വെള്ളം ചേർക്കേണ്ടത്. നമ്മൾ 1/2 കിലോ മീനുള്ളൂ. 1 കിലോ മീൻ കൊണ്ടുവന്നു, 1/2 കിലോ മീൻ എടുത്തുള്ളൂ കറി വെക്കാൻ. ബാക്കി നമ്മൾ വറുക്കാൻ എടുത്തിച്ചു. അതൊക്കെ ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഉപ്പ് ലേശം കുറവാണ്, അപ്പോൾ ലേശം കൂടി ഉപ്പ് ചേർത്ത് മുളക് ലേശം കുറവാണ്, അതുകൊണ്ട് ലേശം കൂടെ മുളക് പൊടി ചേർക്കണം. നമ്മൾ മുളക് കുറച്ച് ചേർക്കുന്നത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് പൊടിപ്പിച്ചെടുത്ത മുളകായതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ അവിടെ തുടക്കലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മകളവിടെ തുടക്കുന്നുണ്ട്. നമ്മളെ മീൻ അതിക്കിടുക, ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. മീനൊക്കെ എടുത്തിട്ടിട്ട് മീനൊക്കെ വെള്ളത്തിലൊന്ന് മുങ്ങി കിടക്കട്ടെ കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക.